കോഴിക്കോട്ടെ ചേവായൂരിലെ സഹോദരിമാരുടെ കൊലപാതകത്തിലെ പ്രതി പ്രമോദിൻ്റേതെന്ന് കരുതുന്ന മൃതദേഹം കണ്ടെത്തി. തലശ്ശേരി കുയ്യാലി പുഴയോരത്താണ് മൃതദേഹം കണ്ടത്. ബന്ധുക്കളെത്തി തിരിച്ചറിയണമെന്ന് പോലീസ് പറഞ്ഞു. ലതീഷ് ചേരുകയാണ്. ലതീഷ്, വിവരങ്ങൾ. ഷമി, ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിലൊരു മൃതദേഹം കുയ്യാലി പുഴയോരത്ത് നിന്നും മത്സ്യത്തൊഴിലാളികൾ കണ്ടതിനെ തുടർന്ന് ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് എത്തിയ മൃതദേഹം ഇന്നലെ വൈകിട്ട് തന്നെ രാത്രി തന്നെ തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. പോലീസ് പ്രമോദിനായുള്ള അന്വേഷണത്തിലായിരുന്നു. ഈ മൃതദേഹത്തിലെ ഡ്രസ്സ് കണ്ട് ഷർട്ടും മുണ്ടും കണ്ടതോടെ കൂടിയാണ് പ്രമോദാണ് എന്നൊരു സംശയം പോലീസിന് ഉണ്ടാകുന്നത്. തലശ്ശേരി പോലീസ് ഈ വിവരം ചേവായൂർ പോലീസിനെ അറിയിക്കുകയും ചേവായൂർ പോലീസ് തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ബന്ധുക്കൾ എത്തി തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം മൃതദേഹത്തിന് മുഖത്തിന് കാര്യമായ മാറ്റം വന്നതായി തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ CCTV ദൃശ്യങ്ങളിൽ നിന്നും മുൻ ഫോട്ടോകളിൽ നിന്നെല്ലാം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് അറിയിച്ചിരിക്കുന്നത് ബന്ധുക്കളെത്തി മൃതദേഹം തിരിച്ചറിയണം. അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭ്യമാവുകയുള്ളൂ. വെള്ളിയാഴ്ചയാണ് 72ഉം 68ഉം പ്രായമായ രണ്ട് സഹോദരിമാരെ കടുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രമോദ് രക്ഷപ്പെടുന്നത്. ഫറൂഖ് വരെ മാത്രമാണ് അദ്ദേഹത്തിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ അവസാനം കണ്ടത്. ശനിയാഴ്ച ഉച്ചയോടുകൂടി ഫോൺ ഓഫായ ശേഷം പിന്നീട് ഫോൺ ഓൺ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഇന്നലെ പോലീസ് CCTV ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു. ആ CCTV ദൃശ്യവും മുണ്ടും ഷർട്ടും ധരിച്ച നിലയിൽ തന്നെയാണ് പ്രമോദ് ഉണ്ടായിരുന്നത്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 4 ദിവസമായി മുഖത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളെത്തി സ്ഥിരീകരിച്ച ശേഷമായിരിക്കും പ്രമോദ് തന്നെയാണോ എന്ന കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. AK ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.